നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി അത്യാവശ്യം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വണ്ടിയിൽ ഓയിലുണ്ടായി. അപ്പോൾ നമ്മൾ നിലവിൽ ബാക്കിയത്തെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതായത് അത്യാവശ്യം അതിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും തന്നെ ക്ലിയർ ചെയ്തു. ഈ വൈസറിൻ്റെ റിബേറ്റിങ്ങിൻ്റെ കേസ് മാത്രമൊക്കെയാണ് പെൻഡിങ് ചെയ്യുന്നത്. കാരണം അത് ചെയ്താലും ക്ലിയർ ആവില്ല. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രം. അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വണ്ടി പിക്കപ്പ് ഇല്ല. ഒന്നാമത് പറഞ്ഞാൽ ഓയിലില്ലാതെ ഓടിയിട്ട് സിലിണ്ടർ പിസ്റ്റൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെയല്ല വണ്ടി പിന്നെ കംപ്രഷൻ കുറവ്, അതായത് പിസ്റ്റൺ നല്ല തേമാനം ഉള്ളത് കൊണ്ട് തന്നെ കംപ്രഷനിലൊക്കെ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഫുൾ പണി തീർന്നാണെന്നാണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചപ്പോൾ വേറെ പ്രശ്നം തോന്നണമെന്നില്ല. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുക. കാരണം അതിക്ക് മുമ്പ് ഓയിലില്ലാതെ ഓടിയേക്കണതുകൊണ്ട് തന്നെ അതേപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടി ട്രയൽ അടിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെയും ഈ പ്രശ്നം കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞാൽ ഫുൾ പണിയായിട്ട് വരും. ഇപ്പോൾ തന്നെ നിലവിൽ ചിലപ്പോൾ അഴിക്കുമ്പോൾ നല്ല രീതിയിൽ പണി ഉണ്ടാവും. അത് നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ ഓയിലില്ലാതെ കൊണ്ട് ഓടുമ്പോൾ ഏതൊക്കെ പാർട്സാണ് ഡാമേജ് വന്നതെന്നുള്ള കേസ് നമുക്ക് പുറമേ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അഴിച്ചു നോക്കിയാൽ തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ വർക്ക് അഴിക്കണമുണ്ട്. അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് മാസിൽ നിന്നാണ്. നമ്മുടെ വണ്ടി അഴിച്ചിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗം നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കാനായിട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, ഇതാണ് അതിൻ്റെ ഡാമേജ് വന്നാണ് മെയിൻ പാർട്ടുകൾ. അപ്പോൾ എൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കിക്കോ. സിലിണ്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ട്, കാരണം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങൾ വന്നു പോയി. കാരണം ഞാൻ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സംഭവിക്കുന്ന മെയിൻ കംപ്ലയിൻറ്റുകളിലൊന്നാണ്. ഒന്ന് സിലിണ്ടർ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരും. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾ കംപ്ലയിൻറ്റ് വരും. ഇതിപ്പോൾ പിസ്റ്റൻ്റെ ഭാഗത്ത് പിസ്റ്റൻ്റെ സൈഡൊക്കെ അത്യാവശ്യം തേമാനം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സിലിണ്ടറിൻ്റെ ബോറ് നല്ല രീതിയിൽ തേമാനം വന്നു പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് റീപ്ലേസ് ചെയ്ത് കളയാനാണ് പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണത്. ഇത് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറയുമ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ ഉള്ളിലുള്ളത് നീഡിൽ ടൈപ്പ് ബെയറിങ്ങാണ്. നമുക്ക് ഈ പുറമേത്തെ ബെയറിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് ഇതുമൊക്കെ പ്ലേ ഉണ്ട് അത്യാവശ്യം. ഇതൊക്കെ നമുക്ക് പുറമേ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് ഒരുവിധം കറക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കംപ്ലയിൻസിൻ്റെ ഇത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഷെയ്ക്ക് നോക്കിയിട്ടാണ് നമുക്ക് അത് കംപ്ലയിൻ്റ് ആണോ അല്ലേ എന്നുള്ളത് ഏറെക്കുറെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് ഓൾറെഡി ഷെയ്ക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് ബെയറിങ് കാര്യങ്ങളൊക്കെ പോയി നിൽക്കണതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലത്തെ ബെയറിങ്ങൊക്കെ ഓൾറെഡി എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓയിൽ കുറഞ്ഞ് ഓടുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ മാത്രമായിട്ട് മാറ്റുന്നത് ശരിക്കും പറഞ്ഞ റിസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്കും തൊട്ടടുത്താണ് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഓടിയുണ്ട് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓയിലില്ലാതെ ഓടുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലൂബ്രിക്കേഷൻസ് ഓൾറെഡി എഞ്ചിനകത്ത് ഉണ്ടാവില്ല. പിന്നെ എല്ലാ പാർട്സുകളും, അതായത് ബെയറിങ് തുടങ്ങിയ എല്ലാ പാർട്സുകളും ഓവർ ഹീറ്റിംഗ് കാണിക്കും. ഓൾറെഡി ഓവർ ഹീറ്റ് വന്നേക്കണം മെറ്റൽ പാർട്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അതിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് നമ്മൾ എഞ്ചിൻ ഭാഗം നമ്മൾ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യണത്. ഓൾറെഡി ഇതിൻ്റെ സൈഡ് ബെയറിങ്ങും പോയിട്ട് കണക്ടർ റോഡിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേയും കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സിലിണ്ടർ മാത്രം മാറ്റി കയറ്റിയാവാം പുകയുടെ പ്രോബ്ലം അപ്പോൾ സോൾവ് ആവും. പക്ഷെ എന്നാൽ പോലും റിപ്പീറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു 2-3 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ വീണ്ടും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന പണി മൊത്തം പഴുപണിയായിട്ട് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കുമാണ്, കണക്ടർ റോഡുമാണ് പിസ്റ്റണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ, കണക്ടർ റോഡ് ഡാമേജ് വന്നാൽ ഈ ഇടുന്ന സിലിണ്ടർ പിസ്റ്റണൊക്കെ വീണ്ടും പോകും. അപ്പോൾ അത് നമുക്ക് അഡീഷണൽ എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നേക്കണതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴും സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ഇത്രയും ഇതുള്ളത് കൊണ്ട് തന്നെ വണ്ടി സിലിണ്ടർ എത്ര സ്ക്രാച്ചും കാര്യങ്ങളുള്ളതുകൊണ്ട് കംപ്രഷൻ ലീക്കായിട്ട് വണ്ടി സ്ലോ സ്പീഡിലും കാര്യങ്ങളൊക്കെ നിൽക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മെയിനായിട്ട് പറഞ്ഞത് ചെയ്തു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ ഏതായാലും നമുക്ക് 1 ഇയർ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ക്ലിയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് 1 വർഷം ഗ്യാരണ്ടിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും. അത് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ചും അതിനോടനുബന്ധിച്ച് വന്ന സർവീസുകളും കറക്റ്റായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നമുക്കതിന് പുറമെ അത്യാവശ്യം വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. എന്തായാലും വണ്ടി 2 ദിവസം താമസം വരും. കാരണം വെച്ചാൽ അത് ക്രാങ്ക് നമുക്ക് ലേത്തി പോയി സെറ്റ് ചെയ്ത് തരണം. അതിൻ്റെ വാൽവ് കാര്യങ്ങൾ ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ബാക്കിയത്തെ സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റി റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യണേ. അതായത് സിലിണ്ടർ, ക്ലച്ച് ഡിസ്ക്, ടൈമിങ് ജാക്കറ്റ് അതെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.